നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയാലോ? അതും എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന പോലത്തെ ഒരു അച്ചാർ. ഞാൻ ഹോസ്റ്റലിലെല്ലാം പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മാൻ്റെ അച്ചാറിന് ഒരുപാട് ഫാൻസ് ആയിരുന്നു. ഇപ്പോഴും ഫാൻസിനെ ഞാൻ കൂടിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ? മാങ്ങ അരിഞ്ഞിട്ട് ഉപ്പും കുഴച്ചിട്ട് ഒരു ദിവസം അങ്ങനെ തന്നെ അനങ്ങാണ്ട് വെക്കാം. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും മാങ്ങയിൽ നല്ലോണം ഉപ്പും പിടിച്ചിട്ടുണ്ടാവും, കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ? ആദ്യൊരു പാത്രത്തിൽ കുറച്ച് കടുകും ഉലുവയും നല്ലോണം വറുത്തിട്ട് അത് പൊടിച്ചെടുക്കണം. എന്നിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകും വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം പൊട്ടിച്ചെടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം. ഞാൻ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തത്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ വറുത്തരച്ച് വെച്ച പൊടിയും ഉപ്പും മുളകും ചേർത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് സുറുക്കി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തലേ ദിവസം വെച്ച് ആ മാങ്ങ എടുത്തിട്ട് അത് മൊത്തം നീരടക്കം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ.